നമുക്ക് ഓണം ബമ്പറിന്റെ വാർത്തയുടെ വിവരങ്ങൾ കൂടി വിശദമായിട്ട് തന്നെ അറിയേണ്ടതുണ്ട്. ഓണം ബമ്പർ ഒന്നാം സമ്മാനത്തുക 30 കോടിയായി ഉയർത്തിയിരിക്കുകയാണ് സർക്കാർ. 25 കോടിയായിരുന്ന സമ്മാനത്തുകയാണ് 30 കോടിയാക്കിയിരിക്കുന്നത്. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി കുറച്ചിട്ടുമുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. സുനിഷ എലൂർ തുടരുന്നുണ്ട്. സുനിഷ, ഘടനയിലൊക്കെ മാറ്റം, അതായത് സമ്മാനത്തുകയിലൊക്കെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സമ്മാനത്തിനാണ് വലിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. മൂന്നാം സമ്മാനത്തിൽ അത് കുറച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭാഗ്യക്കുറിയിൽ ഏറ്റവും കൂടുതൽ തുക നൽകുന്നത് കേരളത്തിലാണ്. തീർച്ചയായിട്ടും ശ്രുതി, ഓണം ബമ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് 25 കോടി രൂപ ഒന്നാം സമ്മാനം എന്നുള്ളതാണ്. ആ ഘടനയിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ്. 30 കോടി രൂപയിലേക്ക് ഓണം ബമ്പറിന്റെ സമ്മാനത്തുക, ഒന്നാം സമ്മാനത്തുക ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു ഉത്തരവ് കൂടി സർക്കാർ ഇറക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ സമ്മാന ഘടനയിൽ ചില സമ്മാനത്തുകയിലെ ഘടനയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് മൂന്നാം സമ്മാനം നേരത്തെ 50 ലക്ഷമായിരുന്നു നൽകിയിരുന്നത്, അത് 25 ലക്ഷമായി കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴെല്ലാം നമുക്ക് ആലോചിക്കുന്നത് 30 കോടിയിലേക്ക് കൂട്ടുമ്പോൾ ഈ ടിക്കറ്റിന്റെ വിലയിൽ എന്തെങ്കിലും കുറവ് വരുത്തുമോ എന്നുള്ളതാണ്. പക്ഷേ ടിക്കറ്റ് വിലയിൽ കൂട്ടലോ കുറകലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. 500 രൂപയാണ് സാധാരണ ഓണം ബമ്പറിന്റെ തുകയായി നൽകിയിരുന്നത്. ടിക്കറ്റ് വില, ആ ടിക്കറ്റ് വില തന്നെയായിരിക്കും വരുന്ന ദിവസങ്ങളിലും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ 17-ാം തീയതിയാണ് ഇത് പ്രകാശനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ഇത് പ്രകാശനം ചെയ്യും. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ് നടത്തുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അംഗീകൃതമായ ഏജൻസികളിൽ നിന്ന് മാത്രമാണ് ഈ ടിക്കറ്റ് വാങ്ങാൻ പാടുള്ളൂ. ഓൺലൈൻ ഇടപാടുകളുമൊക്കെയായി നിരവധി ആളുകൾ ഇപ്പോൾ രംഗത്തുണ്ട്. അതുകൊണ്ട് അത്തരം തട്ടിപ്പുകാരുടെ ഇടയിലേക്ക് ഈ ഓണം ബമ്പർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾ ചാടരുത് എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ ഡയറക്ടർ നൽകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വീണ്ടും ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 25 കോടി രൂപയിൽ നിന്നും 30 കോടി എന്ന രീതിയിലേക്ക് ഒന്നാം സമ്മാനത്തുക ഓണം ബമ്പറിന്റെ മാറിയിരിക്കുന്നു. ശ്രുതി, അതാണ് ഓണം ബമ്പർ ഒന്നാം സമ്മാനത്തുക 30 കോടിയായി ഉയർത്തിയിരിക്കുകയാണ് സർക്കാർ. വിശദാംശങ്ങളാണ് സുനിഷ എലൂർ നൽകിയത്.